കഴിഞ്ഞ മാസം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ദുബായിലെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മോളുകളിലൊന്നായ ദുബായ് മാളിൽ പോവുകയുണ്ടായി. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ദുബായ് മാള് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കോമൺ ഏരിയയിലടക്കം അനേകം വിസ്മയങ്ങൾ, അത് ഇന്റീരിയറിലായിക്കോട്ടെ, അതുപോലെ അവിടെ കൊടുത്തിരിക്കുന്ന ഫൗണ്ടൻ, അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ വളരെയധികം വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ്. മാളിന്റെ ഇടനാഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ അനേകം ഷോപ്പുകൾ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാളാകുമ്പോൾ അനേകം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വലിയ ബ്രാൻഡുകൾ അവിടെ ഉണ്ട്. ഞങ്ങളൊരു വാലറ്റ് വാങ്ങാൻ വേണ്ടി പോയതാണ്, ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. അനേകം വലിയ ബ്രാൻഡുകളുടെ ഷോറൂമിലൊക്കെ കയറി. ഓരോ ഷോറൂമിൽ കയറുമ്പോഴും വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഓരോ ഷോറൂമും നമ്മൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഇന്റീരിയറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് തോന്നി. ഓരോ ഷോപ്പും അവർ ഡിസൈൻ ചെയ്തേക്കുന്നതും അത് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നതും വളരെ മൈന്യൂട്ട് ആയിട്ട് അതിന്റെ ക്വാളിറ്റിയും ഒക്കെ നോക്കി വളരെ പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ഇന്റീരിയർ ആണ് അവിടെ ഓരോ ഷോപ്പിൽ കയറുമ്പോഴും കാണാനായിട്ട് സാധിച്ചത്. ഓരോ ഷോപ്പും നമുക്ക് വളരെയധികം എക്സൈറ്റ്മെന്റും അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ അത്രയധികം പ്രചോദനം നൽകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരുന്നത്. അവസാനം ഞങ്ങള് ലൂയി വിറ്റോണിൽ കയറി ഒരു വാലറ്റ് വാങ്ങിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ദുബായിയുടെ ഒരു ഷോപ്പിംഗ് അനുഭവം പറയുകയാണെങ്കിൽ, ഓരോ ഷോപ്പുകളുടെയും മുന്നിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ, നമ്മളൊന്ന് നിന്ന് അവിടെ ആ ഷോപ്പിലേക്ക് നോക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന രീതിയിലും നമ്മളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഷോപ്പ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, ദുബായില് ഓരോ ഷോപ്പുകളും ഓരോ റീറ്റെയിൽ ഔട്ട്ലെറ്റും ഇന്റീരിയറിന് എത്രമാത്രം പ്രാധാന്യം നൽകിയാണ് അവർ കസ്റ്റമേഴ്സിനെ അവരുടെ കടയിലേക്ക് ആകർഷിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു.